പിറ്റേന്ന് വൃന്ദാവനം സ്റ്റോപ്പിൽ ഇറങ്ങുന്നതുവരെ അരുണിമയുടെ മുഖം വല്ലാണ്ടിരുന്നു. സാധാരണ കാണുമ്പോഴുള്ള ചൊടിയും തെളിച്ചവും മങ്ങിയ പോലെ ദീപുവിനും തോന്നി. അരുണിമ ആരെയും നോക്കുന്നില്ല, തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. സ്റ്റോപ്പ് എത്തിയത് പോലും അറിഞ്ഞില്ല. മഹി ഉറക്കെ ആവർത്തിച്ച് വിളിച്ചു കൂവിയപ്പോഴാണ് ചിന്തകളിൽ നിന്നും അരുണിമ ഞെട്ടിയുണർന്നത്. പ്രവി വന്നു പോയ നേരം അധികമൊന്നും കാര്യമാക്കിയില്ലെങ്കിലും രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് അരുണിമയ്ക്ക് തീരെ ഉറക്കം വന്നിരുന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ മുന്നിൽ തെളിഞ്ഞു വരുന്നത് ആ പ്രവിയുടെ മുഖമാണ്. മുറുക്കുത്തിപ്പി കറയുള്ള പല്ലും വെളിയിൽ കാട്ടിയുള്ള ആ വിടകുകെട്ട ചിരിയും. അവൾക്ക് അവനെ ഓർത്തപ്പോൾ വെറുപ്പും അറപ്പും തോന്നി. രാത്രി തൊട്ട് അരുണിമയ്ക്ക് ഭയം കൂടി. ഗിരിയേട്ടൻ നിർബന്ധിച്ച് പ്രവിയുടെ തലയിൽ തന്നെ കെട്ടിവെക്കുമോ എന്ന ആദ്യമൂത്ത് അവൾ ഒട്ടും ഉറങ്ങിയില്ല. എന്തു പറ്റിയാണാവോ? ആകപ്പാടെ ശോകാണല്ലോ മഹിയെ. അരുണിമ നടന്നു പോകുമ്പോൾ ബസ്സിന്റെ ബാക്ക് ഡോറിൽ നിന്ന് നോക്കി മഹിയോട് ദീപു ചോദിച്ചു. ഇനി ചെടിയുടെയും പൂവിൻ്റെയും കായിൻ്റെയും കാര്യം ആ പരട്ടഗിരി അറിഞ്ഞു കാണോ? എങ്കിൽ ദീപുവേട്ടാ, ഒരു ലോങ് ലീവ് എടുത്ത് നിങ്ങൾ എങ്ങോട്ടെങ്കിലും വിടുന്നത് നല്ലതായിരിക്കും. പേടിച്ചു പോകാനോ? ഈ ദീപു പോവും. ഒന്ന് പോടേ, അതിന് വേറെ ആളെ നോക്കണം. നൈസായി മീശ പിരിച്ചതുകൊണ്ട് ദീപു നെഞ്ചു വിരിച്ചു നിന്ന് പറഞ്ഞു. എന്നാലും അരുണിമയുടെ മുഖം എന്താണാവോ അങ്ങനെയെന്ന് ദീപു ആലോചിച്ചു കൊണ്ടിരുന്നു. വൃന്ദാവനത്തിലെത്തിയ അരുണിമ ഗിരി പ്രവി എന്നൊരു ഗുണ്ടയും കൂട്ടി പെണ്ണ് കാണാൻ വന്ന കഥ പറഞ്ഞു. നിന്റെ ഒരു കാര്യവും തിരിഞ്ഞു നോക്കാത്ത അവന് ഈ ബുദ്ധി പെട്ടെന്ന് എങ്ങനെ പൊട്ടിമുളച്ച അരുണിമേ? അതാ പ്രവിയുടെ പണിയാക്കും ചേച്ചി. ഗിരിയേട്ടനോട് പറഞ്ഞത് എൻ്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ ഗിരിയുടെ പെങ്ങളാണെന്ന് മനസ്സിലായതെന്നാ. അതൊക്കെ പച്ച കള്ളാകും. ആ വൃത്തികെട്ടവൻ എല്ലാം അറിഞ്ഞിട്ട് ഗിരിയേട്ടനുമായി ചങ്ങാത്തം കൂടിയതാകും. എന്നിട്ട് ഒരു മാതിരി അഭിനയം കണ്ടാൽ തന്നെ അറിയാം, ഭൂലോക കൊട്ടേഷനാ. നിന്റെ ഏട്ടങ്കിരിക്ക് ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ അവസാനിപ്പിച്ച് വല്ല പണിക്കും പോയിക്കൂടെ? ഓരോ ജന്മങ്ങൾ. ഇനിയിപ്പോൾ എന്താ ബാക്കി പെണ്ണെ? ആ നാശം നിന്റെ പിറകെ കൂടുമോ? തോന്നുന്നു ചേച്ചി. എനിക്കതുകൊണ്ട് ഇന്നലെ രാത്രി കിടന്നിട്ടാണെങ്കിൽ ഉറപ്പവും വന്നില്ല. എനിക്ക് ജോലി ഇവിടെയാണെന്ന് പുള്ളി ഗിരിയേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആണോ? അപ്പോൾ ആ പണ്ടാരത്തെ ഇനി ഇങ്ങോട്ട് കെട്ടിയെടുക്കുമോ? അറിയില്ല ചേച്ചി. നീ ഇന്ന് വൈകിട്ട് പോയി ഗിരിയോട് സംസാരിക്കാൻ നോക്ക്. നിനക്ക് കല്യാണം വേണ്ടെന്ന് സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ ബലം പ്രയോഗിച്ച് ആ നാശത്തെ കൊണ്ട് കെട്ടിക്കാനോട് പോകുന്നെങ്കിൽ നീ ആ ചെക്കൻ്റെ മനസ്സറിയാൻ നോക്ക്. ആ കണ്ടക്ടറെ, അവന് നിന്നോട് പ്രേമമല്ലേ? എങ്കിൽ അവൻ്റെ കൂടെ പോയി രക്ഷപ്പെടുവണ്ണേ. ഒരു കൊട്ടേഷൻകാരൻ്റെ ഭാര്യയായി ജീവിക്കുന്നതിലും ഭേദം എന്താ പറയാരുണിമേ? ചന്ദ്രേച്ചിക്ക് വാക്കുകൾ മുറിഞ്ഞു. ചാവുന്നതല്ല ചേച്ചി. അരുണിമ വാക്കുകൾ പൂർത്തിയാക്കി. ഏയ്, നീ ഗിരിയോട് കാര്യം പറയേ. ഈ ബന്ധത്തിൽ താല്പര്യമില്ലെന്ന് ഗിരിയേട്ടൻ കിടന്ന് അലറും ചേച്ചി. ആ രംഗം ഓർത്തപ്പോൾ അരുണിമ അപ്പോളെ ഭയന്നു വിറച്ചു. വൈകിട്ട് കരിങ്കാളിയിൽ കയറിയ അരുണിമയുടെ വിഷാദത്തിന് കാരണം അന്വേഷിച്ചറിയാൻ ഉറപ്പിച്ചായിരുന്നു ദീപു വന്നത്. മുഖം താഴ്ത്തിയിരുന്നിരുന്ന അരുണിമയോട് ടിക്കറ്റ് കൊടുക്കുമ്പോൾ ദീപു ചോദിച്ചു, എന്ത് പറ്റി? ഇന്നൊരു ഉഷാറില്ലല്ലോ? അരുണിമ മുഖം ഉയർത്തി ടെൻഷനോടെ അടക്കി പിടിച്ചുള്ള മന്ദഹാസത്തോടെ വെറുതെ ഒന്നുമില്ലെന്ന് കണ്ണടിച്ച് കാണിച്ചു. അത് ദീപുവിന് വിശ്വാസം വന്നില്ല. എന്നാലും ദീപു ടിക്കറ്റ് കൊടുത്തിട്ട് പിന്നിലേക്ക് പോയി. അരുണിമ കപ്പേള സ്റ്റോപ്പ് ഇറങ്ങിയപ്പോൾ ദീപു മഹിയോട് പറഞ്ഞു, പുള്ളിക്കാരിക്ക് കാര്യമായ എന്തോ ടെൻഷനുണ്ട് മഹി. ഇനി ദീപുവേട്ടൻ മനസ്സ് തുറക്കാണ്ടാവോ? ദേ, അരുണിമേച്ചിക്ക് മനസ്സിലിങ്ങോട്ട് അത്യാവശ്യം നല്ല ചായവൊക്കെ ഉണ്ട്. അത് ഇനി താമസിപ്പിച്ച് കളഞ്ഞേക്കരുത്. വേഗം പോയി ലവ് പറയും നിങ്ങൾ ദീപുവേട്ടാ. എടാ, അതിപ്പോ അങ്ങോട്ട് പോകണ്ടേ? അവള് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ആളെ ഞാൻ ഏർപ്പാടാക്കാം. ഒരു ദിവസമല്ലേ, നിങ്ങൾ നാളെ തന്നെ ഇറങ്ങിക്കോ. നോക്കട്ടാ, എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് ദീപു പറഞ്ഞു.